അപ്പം ഇവിടെ എനിക്ക് മർദ്ദനമേറ്റതിൻ്റെ കാര്യം വെച്ച് ഇത് ഒരു സഹപ്രവർത്തകന് ആ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ കണ്ടതാ. പേരാമ്പ്ര മാർക്കറ്റിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ട് നിയാസ് എന്ന ഒരാളെ ഒരു തരത്തിലുള്ള വാർണിങ്ങും ഒരു തരത്തിലുള്ള സൈറണും ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും ഇല്ലാതെ ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് എറിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരന് സംഭവിച്ച പരിക്കിന്റെ ആഘാതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. പോലീസ് അവിടെ പറയുന്നതും CPM പ്രചരണം നടത്തുന്നതും ഞങ്ങൾ പേരാമ്പ്രയിൽ, ഞാനും DC പ്രസിഡന്റും പേരാമ്പ്രയിൽ പോയതെന്തോ സംഘർഷം ഉണ്ടാക്കാനെന്നുള്ളതാണ്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഞാനൊരു വീഡിയോ അയക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഒന്നെടുത്ത് നോക്കുക. ഞങ്ങൾ രണ്ടാൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് ആദ്യം പറയുന്നത് ഈ നാടിന്റെ സമാധാനത്തിനും താല്പര്യത്തിനും അല്ലെങ്കിൽ നാടിന്റെ താല്പര്യത്തിനും വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾ പോലീസിൽ നിന്ന് അകന്ന് നിൽക്കണം, അവിടെ സംഘർഷം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളത് ഈ സംഘർഷമൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പ് അവിടെ ചെന്നെന്ന് പറഞ്ഞതാണ്. ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയവരല്ല. ഞങ്ങൾ രാവിലെ വടകരയിലെ കൺവെൻഷൻ കഴിഞ്ഞ്, ഞങ്ങൾ നാദാപുരത്തെ കൺവെൻഷൻ കഴിഞ്ഞ്, കൊയിലാണ്ടിയിലെ കൺവെൻഷൻ കഴിഞ്ഞ്, ശബരിമല ജാഥയുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ യോഗം പേരാമ്പ്രയിലെ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്തതിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അതിന്റെ തലേ ദിവസം മുതൽ അവിടെ ഉണ്ടാവുന്ന പോലീസ് അട്രോസിറ്റീസിന്റെ കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കുക, ഞാൻ അവിടെ വന്നിട്ടാണ് സംഘർഷം ഉണ്ടായത്. ഞാൻ അവിടെ ചെല്ലാത്ത തലേ ദിവസം പോലീസ് അവിടെ നടത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തല്ലേ? 6 റൗണ്ട് ടിയർ ഗ്യാസും ഗ്രനേഡും അവിടെ പോലീസ് ഉപയോഗിച്ചത്. അവിടെ ഒരു കോളേജ് ഇലക്ഷൻ ജയിച്ചിട്ട് 25 വോട്ടിന് ചെയർമാൻഷിപ്പ് ജയിച്ച 3 തവണയാണ് കോളേജിനകത്ത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇത് എണ്ണിക്കുന്നത്. എന്ന് വെച്ചാൽ ജയിച്ചതിന്റെ ഒരു പ്രകടനം പോലും ടൗണിലേക്ക് ഇറങ്ങരുത് എന്നുള്ള പിടിവാശി. ആ പ്രകടനം അന്ന് നടത്താൻ സമ്മതിച്ചില്ല. പിറ്റേ ദിവസം പെർമിഷൻ എഴുതി കൊടുത്ത് പിറ്റേ ദിവസം പെർമിഷൻ നടത്താൻ പ്രകടനം നടത്താൻ സമ്മതിക്കുന്നില്ല. അവിടെ അന്നും CPM പ്രകടനം നടത്തുന്നു, പിറ്റേ ദിവസം പ്രകടനം നടത്തുന്നിട്ട് FIR എഴുതി വെച്ചിരിക്കുകയാണ് 500ഓളം LDF പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞുപോയി. UDF പ്രകടനം നടത്തുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാവുന്നു, പിന്നെ നടയാത്രക്കാർക്ക് തടസ്സം ഉണ്ടാവുന്നു, അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു, ജനങ്ങൾക്ക്. ഇത് തൊട്ട് മുമ്പ് അവരുടെ പ്രകടനത്തിന് ഇതൊന്നും ബാധകമല്ല. FIR-ൽ പോലും വല്ല പാർട്ടി സ്റ്റേറ്റ്മെന്റ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന പോലെയല്ലേ പോലീസ് അവിടെ കാര്യങ്ങൾ ചേർത്തത്. ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയതല്ല, പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇനി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ മർദ്ദനം എനിക്കേറ്റിട്ട് എൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്ര മൃഗീയമായ ആക്രമണം ഏറ്റിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപന്തരീക്ഷം ഞങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചോ? ഞാൻ ആ മർദ്ദനമേറ്റ ഉടനെ ആശുപത്രിയിലേക്ക് ഓടിപ്പോവാത്ത എന്തേന്ന് ചോദിച്ചു. എനിക്ക് മൂക്കിന്റെ പാലപ്പ് പൊട്ടിയെന്നൊന്നും അറിയില്ല, ചോര വരുന്നത് ഞാൻ അനുഭവിച്ചു, എനിക്ക് അറിയുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സീനിൽ നിന്ന് ഓടിപ്പോയാൽ അവിടെ പിന്നെ ഉണ്ടാവും പോകുന്ന എല്ലാ സംഘർഷങ്ങളും അവിടെ അപകടം സൃഷ്ടിക്കുന്നത് കൊണ്ട് അവിടെ പ്രവർത്തകരോട് പിരിഞ്ഞു പോകണം, ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു, ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചെയ്യുമെന്നും പറഞ്ഞ ആളുകളെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ രണ്ടാൾ അവിടുന്ന് പോരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇതുപോലൊരാൾക്ക് പരിക്ക് പറ്റിയിട്ടും പോലീസിന്റെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതും ഉണ്ടായിട്ടുള്ള ഒരു പരിക്കല്ലാതെ ഒരു പോലീസുകാരന് പോലും അവിടെ അഡീഷണൽ ആയിട്ട് പരിക്കേറ്റോ? ഇന്നലെയൊക്കെ ചില പോലീസുകാരുടെ വിഷ്വലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. പ്രകോപനമായിരുന്നു നമ്മുടെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ അവിടെ ഉണ്ടായോ? അപ്പൊ അവിടെ ആ നാടിന്റെ പേരാമ്പ്രയുടെ സമാധാനം കളയാതിരിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ആ ദിവസം നടത്തിയതെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അന്ന് ഒരു മാധ്യമ പ്രവർത്തകനോട് SP വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു മർദ്ദനം നടന്നിട്ടേ ഇല്ല, അല്ലെ? ഒരു മാധ്യമ പ്രവർത്തകനോട് SP വിളിച്ചിട്ട് പറഞ്ഞു ഒരു മർദ്ദനം നടന്നിട്ടേ ഇല്ല. അപ്പത്തേക്കും വ്യാജ പ്രചരണങ്ങൾ ആരംഭിക്കുക. ആ വ്യാജ പ്രചരണങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അവിടെ ലാത്തി ചാർജ് നടന്നു എന്ന് അറിയാഞ്ഞിട്ടൊന്നുമില്ല, ബോധപൂർവം ഈ ചർച്ചകളെല്ലാം വേറൊരു തരത്തിൽ വഴിതിരിച്ചു വിടാനുള്ള ഇവരുടെ അജണ്ടയായിരുന്നു. എന്നിട്ട് എന്തോ ഭാഗ്യത്തിനാണ് പിറ്റേ ദിവസം ഇതിന്റെ വിഷ്വല് പുറത്തു വന്നത്. അതുവരെ മർദ്ദനം ഏറ്റിട്ടില്ല, അത് മഷിയാണ്, പെയിന്റാണ്, കുപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നവർ പിന്നെ അത് മാറ്റി പറയേണ്ടി വന്നു. അതുവരെ അങ്ങനെ ഒരു സീനേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പിന്നെ റൂറൽ SP-ക്ക് ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടു. പോലീസിലെ ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ സൈറൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഈ നാട്ടിലൊരു റൂറൽ SP പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും
ഇതിനെ വേറൊരു രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ റീസൺ എന്താ? റീസൺ ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കണം, മറ്റേത് ചർച്ചയാവരുത് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.